ഓരോരുത്തർക്കും വേണ്ടി ഓരോ നരകം പറയാൻ പറഞ്ഞാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷകളൊക്കെ നമുക്ക് വരണമെന്നാണ്. അപ്പൊ നമ്മൾ നരകത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. എന്താ ഈ നരകം എന്ന് പറഞ്ഞാൽ? വാസ്തവത്തില് നമ്മളിപ്പോ അത്രയൊക്കെ കേട്ടുമല്ലോ കുറെ നരകത്തെക്കുറിച്ച്, ഇങ്ങനെയൊക്കെ ശിക്ഷകളുണ്ടെന്ന്. അപ്പൊ എന്താണ് നരകം? അപ്പൊ നമ്മള് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകത്തെക്കുറിച്ച് പറയുന്നത് ഭാഗവതത്തില് ഏകാദശ സ്കന്ധം വരുമ്പോ ഉദ്ധവര് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം: കൃഷ്ണ കസ്വർഗ കനരക. എന്താണ് കൃഷ്ണ സ്വർഗമെന്നും നരകമെന്നും? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് ഇത് വരുന്നത്. ഭഗവാൻ പറയുന്നത് 11ാമത്തെ സ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തില്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറയുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: ക പണ്ഡിത കശ്ച മൂർഖ ക പന്ത ഉൽപദശ്ചക കസ്വർഗ നരക കസ്സിൽ കോംസുത കിം ഗൃഹം. ഭഗവാനെ, എന്താണ് നരകം, എന്താണ് സ്വർഗം, ഇതെനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പോ ഭഗവാൻ അതിന് വ്യാഖ്യാനിക്കുകയാണ്: ഉദ്ധവരെ, സ്വർഗം എന്ന് പറയുന്നത് സ്വർഗ സത്വഗുണോദയ. സ്വർഗം എന്ന് പറയുന്നത് സത്വഗുണോദയ. അത് ഉറപ്പിച്ചു വെക്കണേ നിങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗം എന്ന് പറയുന്നത് സത്വഗുണമുള്ള മനസ്സ് ആർക്കുണ്ടോ അവരൊക്കെ എവിടെ ഇരിക്കണോ? സ്വർഗത്തിലിരിക്കണം. സത്വഗുണം എന്നുള്ള മനസ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ആ സമയത്തില്ല. എന്ന് വെച്ചാൽ സത്വഗുണമുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ധൈര്യവും ഉത്സാഹവും അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഇരിക്കുന്ന മനസ്സിനെയാണ് സത്വഗുണമുള്ള മനസ്സ്. ഏതൊരു മനസ്സ് പോസിറ്റീവാണോ ആ മനസ്സ് എവിടെയാണ്? സ്വർഗത്തിലാണെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഇതിനെയാണ് സ്വർഗം എന്ന് പറയാം. അപ്പൊ മനസ്സ് എപ്പോ സത്വഗുണത്തിലാണോ അപ്പം നിങ്ങൾ സ്വർഗത്തിലാണ്. അപ്പൊ ഇനി നരകം എന്ന് പറഞ്ഞാലോ? നരക തമോ ഉന്നാഹോ. തമോ ഗുണമുള്ള മനസ്സിനെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പൊ തമോ ഗുണമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ആലസ്യം, ദുഃഖം, വിഷമം, പരാതികള്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ടെൻഡൻസി ഏത് മനസ്സിലുണ്ടോ ആ മനസ്സ് നരകത്തിലാണെന്ന് പറയണം. അപ്പൊ ദുഃഖവും ഭയവും അതുപോലെ തന്നെ വിഷമങ്ങളും പരാതികളും ഇങ്ങനെയൊക്കെയുള്ള മനസ്സാണ് നരകത്തില്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നരകത്തിലും ജീവിക്കാം, വേണമെങ്കിൽ നമുക്ക് സ്വർഗത്തിലും ജീവിക്കാം. ഇനി കപില ഭഗവാൻ, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, നമ്മൾ തൃതീയ സ്കന്ധത്തില് 30ാം അധ്യായത്തില് ഈ ശ്ലോകം കാണുണ്ടായി, എങ്കിലൊന്നുകൂടി ആവർത്തിക്കുകയാണ്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും: അമ്മേ, സ്വർഗവും നരകവും എന്ന് പറയുന്നത് എവിടെയാണ്? അത്രൈവ നരകസ്വർഗം ഇതി മാതപ്രജക്ഷതേ യാഥനാവൈ നാരക്യ തായിഹാവി ഉപലക്ഷിത. അത്രൈവ നരക. അമ്മേ, ഇവിടുന്ന് വിട്ടിട്ടൊരു നരകം ഉണ്ടോ? ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ എവിടെയും നരകമുണ്ട്. ഇവിടെ തന്നെയാണ് നരകം. അതായത് ഈ ഭൂമിയിൽ തന്നെ, നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ എന്തുണ്ട്? നരകവുമുണ്ട്, സ്വർഗവുമുണ്ട്. അപ്പം നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് ഇവിടുന്ന് വിട്ടിട്ടുള്ള നരകത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഉള്ള നരകമാണ്. ഇനി നമ്മൾ കുറേയും കൂടി നോക്കുക, ഈ പ്രകൃതിയിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. അതെന്താ ചോദ്യം? ചിലര് ജന്മനാ തന്നെ അന്ധന്മാരാണ്, ചിലർ ജന്മനാ കയ്യും കാലും ഇല്ലാത്തവരാണ്, മന്ദബുദ്ധികളാണ്, പാവപ്പെട്ടവന്റെ വീട്ടിൽ ജനിക്കുന്നവരാണ്, സൗന്ദര്യമില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, പരിഗണിക്കുന്നില്ല അവരെ, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, കുടിക്കാനും കഴിക്കാനും ഭക്ഷണം കൊടുക്കാതെ ഇല്ലേ കഷ്ടപ്പെടുന്നവരില്ലേ, എല്ലാ സുഖങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഇടയിൽ നോക്കുന്നില്ല ചിലരെ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകൾ വരുന്നതിന് എന്താണ് കാരണം? എവിടെയാണ് നമ്മളിത് എത്തുക? ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണോ? ആണോ? അല്ലെങ്കിൽ ഇതൊരു പ്രകൃതിയുടെ ഭാഗമാണോ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ അവർക്ക് മാത്രം സംഭവിക്കാൻ പാടില്ല, എല്ലാവർക്കും സംഭവിക്കണം. ഇനി ഈശ്വരൻ കൊടുക്കുന്നതാണെങ്കിൽ ഈശ്വരന് ചിലരോട് മാത്രം പാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല. പാടോ? പാവം ആ വ്യക്തിയോട് മാത്രം ഇതിനൊരു പാർഷ്യാലിറ്റി തോന്നണം. അപ്പൊ പിന്നെ ഇതിന്റെ കാരണം ആരിൽ ആരോപിക്കും? ആരിലാരോപിക്കും? അപ്പൊ നമുക്ക് ആരോപിക്കാനുള്ളത് ഇവിടെ പ്രകൃതിയുടെ നിയമം, കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല.
വിത്തൗട്ട് കോസ് ദർ വോണ്ട് ബി ഇഫക്റ്റ്. ഇത് ഫിസിക്സിന്റെ നിയമമാണ്. കാരണമില്ലയോ കാര്യമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾ കയ്യും കാലും ബുദ്ധിയും അങ്ങനെയൊക്കെ ഇല്ലാതെ ജനിക്കുന്നുവെങ്കിൽ, പാവപ്പെട്ടവനായി വിഷമങ്ങളെ കൊണ്ട് ജനിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ആരെ നമ്മൾ ആരോപിക്കും? നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നു, നിങ്ങളുടെ ജന്മങ്ങളുടെ കാരണം നിങ്ങൾ തന്നെയാണ്. താൻ ചെയ്യുന്ന കർമ്മങ്ങളാണ് താൻ തന്നെ അനുഭവിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നരകവും പണിയുന്നത് നിങ്ങളാണ്, സ്വർഗവും പണിയുന്നത് നമുക്കു നാമേ. സ്വർഗവും നരകവും നമ്മൾ തന്നെ പണിയുന്നു. അല്ലെ, ശരിയല്ലേ? പൂന്താനം വളരെ രസകരമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂന്താനം അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? പൂച്ച ചത്തൊരു ഈച്ചയായിരുന്നു, ഈച്ച ചത്തൊരു പൂച്ചയാകുന്നു, ആന ചത്തൊരു കൊതുകാവുന്നു, കൊതുക് ചത്തൊരു ആനയാവുന്നു, നരി ചത്ത് ഹരിയായി തീരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ മനുഷ്യന് ലോവർ ലെവലിലേക്കും പോവാം, വേണമെങ്കിൽ മനുഷ്യന് ഹയർ ലെവലിലേക്കും പോവാം. ഗീതയിൽ ഭഗവാൻ ഇത് പറയും. 16-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ, അഹങ്കാരം ഫലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാം മാമപരദേഹേഷു പ്രദിശ്യന്ത്യേഭ്യസൂയകാം. അഹങ്കാരം ഫലം ദർപ്പം. ആരിലാണോ അഹങ്കാരം, അതുപോലെ തന്നെ ഫലം, ദർപ്പം തുടങ്ങിയിട്ടുള്ള ഒരു സ്വാർത്ഥ മനോഭാവം കൂടുതലുള്ളത്, അവര് മാം അജപരദേഹേഷു, മറ്റുള്ള ദേഹത്തിലുള്ള എന്നെ അവര് വേദനിപ്പിച്ചുകൊണ്ട്, അവര് പ്രദിശ്യന്തി, വേദനിപ്പിച്ചുകൊണ്ട് അവര് ജീവിതം നയിക്കുന്നു. ഞാൻ അവരെന്ത് ചെയ്യും? ആനഹം ദിശത ക്രൂരൻ സംസാരേഷ്ട നരാധമൻ സംസാരേഷു നരാധമൻ ക്ഷിപാമ്യജസ്രമശുഭൻ ആസുരീശേഷയോനിഷു. ഞാൻ അവരെന്ത് ചെയ്യും? അഹം, ഞാൻ അവരെ എന്ന് വെച്ചാൽ കാലമാകുന്ന ഞാൻ അവരെ, ക്ഷിപാമി, ഞാൻ കൊണ്ടു വീഴ്ത്തുന്നാണ്. ആസുരീയേഷു യോനിഷു, എവിടെ കൊണ്ടു വീഴ്ത്തും? ആസുരിക യോനിയിൽ. അപ്പൊ ആസുരിക യോനിയിൽ പോവാനുള്ള കാരണം അവരുടെ ഉള്ളിലുള്ള ആ സ്വാർത്ഥ മനോഭാവങ്ങള് അവരെ ഉയർത്തുന്നതിന് പകരം താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് പറയുന്നു, അവിടെ ചെന്നിട്ടോ, ആസുരിം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയം തതോ യാന്ത്യം അതാം ഗതിം. അവിടെ ചെന്ന് ആസുരി യോനിയിൽ ചെന്ന് അവൻ മൂഢനായി വീണ്ടും അത് തന്നെ ആവർത്തിച്ച് മാം അപ്രാപ്യ, അവൻ എന്റെ നേരെ തിരിയുന്നേയില്ല. വീണ്ടും അധമം ഗതി. ഏതീ ഗതിയിലേക്ക് പോണോ? അധോ ഗതിയിലേക്ക് പോണു. അപ്പൊ നമ്മുടെ മനസ്സിന് നമ്മളെ താഴ്ത്താനും സാധിക്കും, നമ്മുടെ മനസ്സിന് നമ്മളെ ഉയർത്താനും സാധിക്കും. അത്ര ദൈവീകത്വമുള്ള ഒരു ശക്തിവിശേഷം ഏതിനുണ്ട്? മനുഷ്യ മനസ്സിനുണ്ട്. അപ്പൊ നമ്മുടെ ഋഷീശ്വരന്മാര് നരകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിൽ ചില ദൗർബല്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും കാമത്തിലൂടെയാണ് ജന്മം വന്നിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള സ്വാർത്ഥ അഭിലാഷങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള മോഹങ്ങൾ, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ അതിനുവേണ്ടി ജീവിക്കുമ്പോൾ, അതിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ, നാളെ നമുക്ക് തരാൻ പോകുന്ന ഒരു ജന്മം നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വേദനകളൊക്കെ നമ്മൾ തിരിച്ച് അനുഭവിക്കേണ്ടുന്ന ജന്മങ്ങളാണ്. പ്രകൃതി നമ്മളെ വിടില്ല. പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത്രയും അത് തിരിച്ച് നമ്മുടെ പിന്നാലെ വന്നിരിക്കുന്നു പറയാണ്. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാര് ഇവിടെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇനി ചരകൻ അദ്ദേഹത്തിന്റെ ചരക സംഹിതയിൽ പറയുന്നു, മനുഷ്യൻ രോഗവുമായിട്ട് ജനിക്കുന്നു എങ്കിൽ അതെന്തുകൊണ്ടാണ് അത്ര ആ രോഗങ്ങളുമായി ജനിക്കുന്നത്? അതെവിടുന്നാണ് അത്ര ഈ രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്? അത് വന്നിരിക്കുന്നത്, ഈ രോഗങ്ങൾക്കൊക്കെ കാരണം പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ. എങ്ങനെയാ വരുന്നത്? അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ ജ്ഞാനിയാണ് അദ്ദേഹം. ഇന്ന് നിങ്ങൾ ആയുർവേദത്തിൽ കഴിക്കുന്ന ഒരുവിധം മരുന്നുകളൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ആചാര്യനാണ് ചരക ഋഷി. അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങൾക്ക് ജന്മനാ തന്നെ രോഗങ്ങളുണ്ടെങ്കിൽ അതിനാരെ കുറ്റം പറയണം? പൂർവജന്മകൃതം പാപം. ആര് ചെയ്തു കൂട്ടി? നമ്മുടെ ഈ ശരീരമല്ല ചെയ്തു കൂട്ടിയത്, നമ്മുടെ
മനസ്സാണ്. നമ്മൾ അതിനൊരു വിശാലതയിൽ കാണാനുണ്ട്. എന്റെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം എന്ന് പറയുന്നത് ഇവിടെ മനസ്സെടുത്തതാണ്. പക്ഷെ എന്റെ മനസ്സ് ഈ ശരീരത്തിന് മുമ്പുമുണ്ട്, ഈ ശരീരം പോയാലും മനസ്സ് നിലനിൽക്കുന്നുണ്ട്. നമ്മളെ മാറ്റുന്നത് എന്ത് മാത്രമാണ്? ശരീരം മാത്രമാണ്. മനസ്സ് നമ്മൾ മാറ്റുന്നില്ല. നമ്മളത് ആ വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ദിവസവും വസ്ത്രമഴിച്ച് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മാറുന്നില്ല. ഏത് മാത്രമേ മാറുന്നുള്ളൂ? വസ്ത്രം മാത്രമേ മാറുന്നുള്ളൂ. ഇതുപോലെ മനസ്സാകുന്ന ശരീരം മാറ്റുന്ന വസ്ത്രമാണ് ശരീരം. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങള്, ഞാൻ വേദനിപ്പിച്ചിരിക്കുന്നതൊക്കെ ഞാൻ യൗവനത്തിൽ മറന്നുപോയിട്ടുണ്ടാവണം, ഞാൻ കൗമാരത്തിലെത്തുമ്പോൾ മറന്നുപോയിട്ടുണ്ടാവണം, ഞാൻ മധ്യവയസ്കനായപ്പോൾ മറന്നുപോയിട്ടുണ്ടാവണം. പക്ഷേ അതെന്റെ പിന്നാലെ എന്നെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു ദശരഥനെ പോലെ നമ്മൾ തിരിച്ചറിയുന്നൊരു കാലം വരും. കൈകേയി വരങ്ങൾ ചോദിച്ച് തളർത്തിയപ്പോ, ദുഷ്ടേ, നീജേ, ക്രൂരേ, എവിടുന്ന് കിട്ടി നിനക്ക് ഇങ്ങനൊരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കൈകേയിയെ ചീത്ത വിളിച്ച ദശരഥൻ പിന്നീട് കൗസല്യയോട് സത്യം തുറന്നു പറയാണ്. ദേവി, ഇന്ന് ഞാനിങ്ങനെ തളർന്ന തരിപ്പണമാകുന്നതിന് കൈകേയിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഴുവൻ അനുഭവിക്കാനുള്ള ഒരു നിയോഗം ഈ ഉള്ളവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിൽ പോകുന്ന സമയത്ത് ആന വെള്ളം കുടിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് മുനികുമാരന്റെ നെഞ്ചിലേക്ക് അമ്പ് ചെയ്തപ്പോ അന്ന് എന്റെ ഡെസ്റ്റിനി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. എനിക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. അന്ന് ആ മുനികുമാരന്റെ അച്ഛൻ ആ വാക്കുകളെ കൊണ്ട് എന്നെ ശപിച്ചു. നീയും പുത്രദുഃഖത്താൽ മരിക്കണം എന്നുള്ള കഠിനമായ ശാപം എന്റെ പിന്നാലെ. പാവം കൈകേയി ആ ശാപത്തെ സത്യമാക്കാൻ നിയോഗിക്കപ്പെട്ട വെറുമൊരു ഉപകരണം മാത്രം. ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരൊക്കെ നാം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഓരോ ഉപകരണങ്ങൾ മാത്രം. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങളാരും നരകത്തിൽ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തീരെ ദുഃഖങ്ങളും വിഷമങ്ങളും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഇവിടെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുമോ? തീരെ നരകത്തിൽ പോവാത്ത ആളുകള് ഒന്ന് കൈവെക്കൂ. നിങ്ങൾക്ക് പല്ലുവേദന വന്നിട്ടില്ല, നിങ്ങൾക്ക് ചെവി വേദന വന്നിട്ടില്ല, നിങ്ങൾക്ക് വയറുവേദന വന്നിട്ടില്ല, തലവേദന വന്നിട്ടില്ല, ഇല്ല. ചിലർക്ക് മൊത്തം വേദനയാ. ഇങ്ങനെ നമുക്ക് വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതിനെയാണ് നരകം എന്ന് പറയാൻ. നിങ്ങൾ വിചാരിക്കേണ്ട കൃമികുണ്ടത്തിൽ കൊണ്ടുപോയിടുന്നു എന്നുള്ളത്. കൃമികുണ്ടം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഉള്ളിൽ കൃമികൾ കയറിക്കടിക്കൽ തന്നെയാണ്. അറിയാലോ, അതിന്റെ ഉള്ളിലേക്ക് കൃമികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കീമോതെറാപ്പി എടുക്കണ്ടല്ലോ. പിന്നെ അതുകൊണ്ടും പോയിട്ടില്ലെങ്കിൽ റേഡിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ലേ? എങ്ങനെ വന്നു ആ കൃമികൾ ഉള്ളില്? അപ്പൊ ഇതിനെന്താ ഉത്തരവുള്ളത്? ഇതൊക്കെ തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഓരോ അനുഭവങ്ങൾ നോക്കൂ. നിങ്ങൾ സൂചി മുഖം എന്നുള്ള നരകത്തിന്റെ പ്രത്യേകത എന്താണ്? സൂചി കൊണ്ട് കുത്തുക. ആ നരകത്തിൽ ജീവിക്കാത്തവര് ഇപ്പോ കുറച്ച് ചുരുങ്ങും. അവനവന്റെ കയ്യിൽ സൂചി എടുത്തിട്ട് അവനവൻ തന്നെ തുടക്കി കുത്തുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ചിരിയാണത്. ആ കുത്തുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിലും തൊലിക്കട്ടിയുള്ളവരുണ്ട്. പായസം കണ്ടു കഴിഞ്ഞാൽ ഈ അസുഖണ്ട് എന്നൊന്നും അവർക്ക് ബോധമില്ല. നരകം എന്ന് പറയുന്നത് ഇവിടൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, ചെയ്തുപോയ പ്രവൃത്തികളെ ഇനി നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമല്ല. വാട്ട് യു ഹാവ് ഓൾറെഡി ഡൺ, ദാറ്റ് വിൽ ബ്രിങ് ദ റിസൾട്ട്. കർമ്മം ചെയ്തുവോ കർമ്മഫലം വരണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ഒരിക്കൽ എറിഞ്ഞ കല്ല് പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. കാരണം അത് കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. ഇനി പോയ കല്ല് തീർച്ചയായിട്ടും താഴേക്ക് വന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രാരബ്ധകർമ്മങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി
ചെയ്ത് വച്ചു പോയതാണ്. ഇനി നിങ്ങൾക്കതിനെ മാറ്റാൻ തല കുത്തി മറഞ്ഞാലും സാധ്യമല്ലത്. പ്രാരബ്ധം അനുഭവിക്കുക, സ്വീകരിക്കുക വേണം. അതുകൊണ്ടാണല്ലോ ചിലർ പറയാറ്, ഇതെന്റെ പ്രാരബ്ധമാണ്, അനുഭവിക്കുക, വേറെ എന്താ നിവൃത്തിയുള്ളത്. അപ്പൊ ഒന്നാമത്തത് അത്. ഇനി രണ്ടാമത്തത്, ഇനി ചെയ്യുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ശ്രദ്ധ വയ്ക്കാം. അതെന്താണ്? ഇനി ഞാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആരെയും വേദനിപ്പിക്കാത്ത കർമ്മങ്ങൾ ചെയ്താൽ കുറെയൊക്കെ നമുക്ക് നന്നാക്കി എടുത്തൂടെ? ഉണ്ടോ ഇല്ലയോ? സ്വഭാവത്തിൽ കുറച്ചൊരു മാറ്റം വരുത്തിക്കൂടെ? ഈ ബോധം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. എന്ത് എളുപ്പമാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾ ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്തു പോവൂ, ഇനി ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ അന്ന് ഭഗവാനെ ഒരു 500 രൂപ ഭഗവാന് ഭണ്ഡാരത്തിലിട്ടോളാം. അന്ന് ഒന്ന് പ്രതിജ്ഞ ചെയ്തു പോവും നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നീ എന്താ 500 പോണതേ, സ്വഭാവം നന്നായി മാറിക്കിട്ടില്ലേ? ആരുടെ സ്വഭാവം മാറാത്തത്? നിങ്ങൾ ആ പ്രതിജ്ഞ ചെയ്യില്ലേ? അതാണ്. ആളുകളുണ്ടല്ലോ വളരെ 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 ക്ലവറാണ്. ആളുകൾ ഇവിടുന്ന് പോവും, പിതൃ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗയാശ്രാദ്ധത്തിന് പോവും. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്തെങ്കിലും ഉപേക്ഷിക്കണം. നമ്മുടെ മലയാളികൾ പോയാൽ എന്താ ഉപേക്ഷിക്കുക അറിയോ? ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ ഉപേക്ഷിക്കും. ചക്കയുടെ തോല് കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ ഉപേക്ഷിച്ചിരിക്കും, ഉപയോഗിക്കുകയില്ല എന്റെ ജീവിതത്തിൽ നിന്ന്. ഏത് ദൈവത്തിനെയാവും പറ്റിക്കുന്നത് അവര്? മുരുക്കിന്റെ കായ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുവോ? അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ദൈവത്തിനെ പറ്റിക്കുക. പിന്നെ അല്ലെങ്കിൽ നോർത്തിൽ മാത്രം കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്, ഉത്തരേന്ത്യയിൽ മാത്രം കിട്ടുന്ന, അത് വാങ്ങിച്ചിട്ട് ആദ്യം ചോദിക്കും, ഇത് സാധാരണ സൗത്തിലൊക്കെ കിട്ടുമായിരിക്കും. ഇല്ല, ഇത് സൗത്ത് കിട്ടുന്ന, പിന്നെ അതെങ്ങനെ ഉപേക്ഷിച്ചിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്, ദൈവത്തിനെ പറ്റിക്കാനുള്ള ഏർപ്പാട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാന പ്രിൻസിപ്പിള്, ഞാൻ ഇനി മുതൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും അങ്ങനെ വേദനിപ്പിക്കില്ല. വേദനിപ്പിച്ചാൽ പ്രതിജ്ഞ നിങ്ങൾ മനസ്സ് ചെയ്താൽ മതി, എമൗണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ. എനിക്കായിട്ടല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യാം, ഞാൻ ഒരാളെ വേദനിപ്പിച്ചാൽ ഞാൻ 500 രൂപ സ്വാമിക്ക് കൊടുക്കും. ആ 500 ആക്കണ്ടൊക്കെ കുറച്ച് കൂട്ടിക്കോളും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക. സ്വഭാവം മാറ്റിക്കൂടെ? പറ്റൂല്ലയോ? പറ്റും. നമ്മളൊന്ന് മനസ്സിരുത്തുക, ഞാൻ ഇതൊക്കെ ചെയ്താൽ ഇതെല്ലാം നാളെ ഞാൻ തന്നെ അനുഭവിക്കണം, പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? മാറ്റുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി പ്രാരബ്ധങ്ങൾ നമ്മൾ അനുഭവിക്കണം എന്ന് പറഞ്ഞുവല്ലോ, അതിന്റെ മുകളിൽ നമുക്ക് യാതൊരു നിയമവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രാരബ്ധങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ അതിൽ തളരണോ തളരണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഞാൻ എന്റെ മനസ്സിനെ എവിടെ വെക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. യു കനോട്ട് കൺട്രോൾ പ്രാരബ്ധം, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാരബ്ധം വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിനെ നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിലേക്ക് ഉപയോഗിക്കാം. അവിടെയാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യന് ഒരു അസുഖം വരുന്ന സമയത്ത് തളരാനും സാധിക്കും, ആ തളരുന്ന മനസ്സിനെ ഉയർത്താനും സാധിക്കും. അത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഒരു മൃഗത്തിന്റെ നേരെ നിങ്ങൾ വടിയെടുത്താൽ അത് പേടിക്കും, അതോടും. പക്ഷെ മനുഷ്യന് വേണമെങ്കിൽ വടിയുടെ മുന്നിലും തളരാതെ പതറാതെ നിൽക്കാൻ സാധിക്കും. മരണത്തിന്റെ മുന്നിൽ പോലും തളരാതെ പതറാതെ നിൽക്കാൻ സാധിക്കുന്നവനാണ് മനുഷ്യൻ. ശരിയല്ലേ? അപ്പൊ പ്രാരബ്ധങ്ങൾ വന്നാലും എന്റെ മനസ്സൊരിക്കലും പതറരുത്. അതിനെന്ത് വേണം? ഒരു പ്രാരബ്ധവും എന്റെ മനസ്സിനെ തളർത്താൻ പാടില്ല. അതിന് വല്ല കഴിവുമുണ്ടോ? ഭാഗവതം ആ കഴിവിലേക്കാണ് നമ്മളെ നയിക്കുന്നത്, ഇനി അങ്ങോട്ട് നയിക്കുന്നത്. ഈ കഴിവ് നമുക്കുണ്ട്, ഈ ശക്തി നമുക്കുണ്ട്, അത് നമ്മൾ ഉണർത്തിയെടുക്കണം എന്ന് മാത്രം. അപ്പോ നരകം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ, നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ദുഃഖങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പരാതികളുണ്ടെങ്കിൽ, നാം ഓരോരുത്തരും എവിടെയാണ്? നരകത്തിലാണ്. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമികളുടെ അടുത്ത് വന്നിട്ട് ഒരാള് ചോദിച്ചു അത്രേ, സ്വാമിജി, ഞാൻ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കറപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഉദ്യോഗസ്ഥനാണ്. സ്വാമിജിയുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ നരകത്തിൽ പോകുന്നു. സ്വാമിജി പ്ലീസ് ടെൽ മീ, ഒന്ന് ഉറപ്പ് പറയൂ സ്വാമിജി, ഞാൻ പോവോ നരകത്തിലേക്ക് എന്ന്. സ്വാമിജി പറഞ്ഞു, നിങ്ങൾ പോവില്ല എന്ന്.
സ്വാമിജി സത്യം പറയൂ സ്വാമി, അത്ര ഞാൻ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന്. സ്വാമിജി പറഞ്ഞു അത്രേ അദ്ദേഹത്തോട് പോവില്ല എന്ന്. ഇങ്ങനെ നുണ പറയരുത് സ്വാമി, ഞാൻ പോവില്ല, അങ്ങ് സത്യസന്ധമായിട്ട് പറയൂ. നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്വാമി അങ്ങനെ പറയണത്? കാരണം നിങ്ങൾ ഇപ്പോഴേ നരകത്തിലാണ്. ഈ ദുഃഖം നിങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്, ഞാൻ നരകത്തിലേക്ക് പോകും എന്നുള്ളത്. അപ്പൊ നരകം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ നരകാക്കി മാറ്റാൻ പറ്റും. വീട്ടില് ഭാര്യ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭർത്താവിന് വിട്ടുകൊടുത്തത്. അടുക്കളയിൽ എന്തോ സാധനം കരിഞ്ഞു മണക്കണമെന്ന് പറഞ്ഞിട്ട്. ഭർത്താവിനാണെങ്കിൽ പെട്ടെന്ന് പൂവും വേണം, വാഹനം തയ്യാറായിട്ടിരിക്കുകയാണ്, ഓഫീസിൽ പോകുന്നതിന്റെ തിരക്കിലാണ് അയൺ ചെയ്യണത്. ആ തിരക്കിൽ അയൺ ചെയ്യുമ്പോൾ ആരോ ഫോൺ ചെയ്തിരിക്കണോ. ഇയാൾ ഫോണൊക്കെ എടുത്തു. ആരാ എന്താന്നൊക്കെ പറഞ്ഞ ഓഫീസിലെ കാര്യങ്ങളാണ്, ഞാൻ അങ്ങോട്ട് വരുന്നു, കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും വീണ്ടും ഫോൺ വരണോ. എടുത്തു വെച്ചത് അയൺ ബോക്സാ. ഭാര്യ കേൾക്കുന്നത് ഹലോ എന്നുള്ളതല്ല, അയ്യോ എന്നുള്ളൊരു അലർച്ചയാ. വന്നു നോക്കുമ്പോൾ പപ്പടം പോലെ എത്ര കിടക്കണോ. ഭാര്യ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ആ കുരുത്തം കേട്ടവൻ രണ്ടാമത് വിളിച്ചു വന്ന്. അവനെ ചീത്ത പറയേണ്ട എന്താ കാര്യം? അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിവേകം നഷ്ടപ്പെട്ടുകൊണ്ട് അവിവേകത്തിൽ നമ്മുടെ ജീവിതത്തെ നരകമാക്കാം. വേണമെങ്കിൽ നമുക്ക് വിവേകത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ സ്വർഗമാക്കാം. ജീവിതം സ്വർഗമാക്കുന്നത് വിവേകവും ജീവിതത്തെ നരകമാക്കുന്നത് അവിവേകമാണ്. അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ഒരു ഡൈവേഴ്സ് കേസ് വന്നു കോടതിയിൽ. അപ്പൊ കൗൺസിലിങ്ങിന് വിളിച്ചു ഭാര്യയെയും ഭർത്താവിനെയും. അപ്പൊ ആദ്യം ഭാര്യയെ വിളിച്ചു. അപ്പൊ ജഡ്ജി ചോദിച്ചു എന്താ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു. പരസ്പരം പിരിയാൻ നിശ്ചയിച്ചതിന് എന്താ കാരണം എന്ന്. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഉടനെ അവള് പറയാണ്, എന്റെ അച്ഛൻ എനിക്ക് 2 ഏക്കർ പറമ്പും ഒരു വീടും തന്നിട്ടുണ്ട്. അതിൽ താഴെയും 2 മുറിയുണ്ട്, മേലെയും 2 മുറിയുണ്ട്. അത്യാവശ്യം തെങ്ങുണ്ട്, പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്. ഈ സുഖസൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ വീടിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണനകൾ പറഞ്ഞപ്പോ ജഡ്ജിന് വലിയ വിഷമായി. ജഡ്ജി ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് പറയൂന്ന്. പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ വീട് അച്ഛൻ തന്നതിന് ശേഷം അച്ഛൻ മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അമ്മയും മരിച്ചു. ഇപ്പൊ വീടിന്റെ അടുത്തുള്ളൊരു അമ്മാവനുണ്ട്. അമ്മാവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അമ്മാവന് 2 കുട്ടികളുമുണ്ട്. ഒരു മകൻ ബോംബെയിലാണ്, മറ്റേ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ അമ്മാവന്റെ ഒരു ബന്ധുവുണ്ട്, അവർ കുറച്ചും കൂടി 5 കിലോമീറ്റർ ദൂരെയാണ്. അതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ജഡ്ജിന് ഭയങ്കര ഭ്രാന്ത് പിടിച്ചു. ജഡ്ജി ചോദിച്ചു നിങ്ങളും ഭർത്താവും തമ്മിൽ നിങ്ങളെന്താ ബന്ധുക്കളായിരുന്നു ചോദിച്ചു. ബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. പക്ഷെ അമ്മാവന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അമ്മാവന്റെ കുറെ ബന്ധങ്ങളൊക്കെ പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഒന്നുകൂടി ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ശരിക്കും നിങ്ങൾക്ക് എന്തിനാ ഡൈവേഴ്സ്, നിങ്ങൾ എന്തിനാപ്പം വേറെ പിരിയണതെന്ന് ചോദിച്ചു. വേറെ പിരിയണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് പറയണു എന്നോട് വർത്തമാനം പറയാൻ പറ്റില്ല, അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. മനസ്സിലായില്ല? നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി. അത് അത്ര ചിരിക്കണത് നിങ്ങൾ. ഈ കോലത്തിലായ പിന്നെ നരകത്തിൽ വേറെ എവിടെയും പോണോ? വീട്ടിൽ തന്നെ നരകല്ലേ? ഇതാണ് പലർക്കും മനസ്സിലാവാത്തത്. അവരുടെ ജീവിതത്തിൽ അവര് ചിന്തിക്കുന്നത് അങ്ങോട്ട് ശരിയാണ് തോന്നുകയാണ്. അത് മറ്റൊരാളെ നരകത്തിലാക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. ഈ വിവേകം നഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് തന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം നരകത്തിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ നരകം ഇവിടെ തന്നെയാണ്, സ്വർഗവും ഇവിടെ തന്നെയാണ്. എല്ലാ ഇല്ലായ്മയിലും ജീവിതത്തെ സ്വർഗമാക്കി മാറ്റാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് കുചേല ബ്രാഹ്മണൻ. ദാരിദ്ര്യത്തിന്റെ നടുവിലും അദ്ദേഹത്തിന് അപ്പോഴും പ്രശാന്താത്മാജിതേന്ദ്രിയ, മനസ്സ് വളരെ പ്രശാന്തമാക്കി കൊണ്ടു നടക്കാൻ സാധിച്ച ഒരു മഹാത്മാവ് അല്ലേ? എല്ലാ സമ്പൽ സമൃദ്ധിയിലും മനുഷ്യന് നരകത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് ഹിരണ്യകശിപുവിലൂടെയും കംസനിലൂടെയൊക്കെ കാണിച്ചു തരുന്നത് ഇല്ലേ? അതും ഭാഗവതത്തിലുണ്ട്. എല്ലാ സമ്പൽ സമൃദ്ധിയും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടും അവരുടെ മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല, ശാന്തിയുമില്ല, സമാധാനവുമില്ല. ഇങ്ങനെ നമുക്ക് ലക്ഷൂറിയസ്ലി മിസറബിൾ ആവാം. എല്ലാ ലക്ഷറിയുടെ ഉള്ളിലിരുന്നു കൊണ്ട്, നമുക്ക് എല്ലാ ഇല്ലായ്മയുടെ ഉള്ളിലിരുന്നു കൊണ്ട് മനസ്സിൽ സമ്പന്നത വെച്ച് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അപ്പൊ നിങ്ങളെപ്പോ നിങ്ങളെ തളർത്തുന്നുവോ, നിങ്ങൾ വീഴ്ത്തുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കുന്നുവോ, നിങ്ങൾ ആ സമയം എവിടെ എത്തിക്കഴിഞ്ഞോ? നരകത്തിലെത്തി. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത്
ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാധയേൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. നിങ്ങളെ ഒരിക്കലും താഴ്ത്തരുത്, നിങ്ങളെ ഉയർത്തണം. അങ്ങനെ ഉയർത്താനാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഒരിക്കലൊരു നരകത്തിൽ നടക്കുന്നൊരു കഥയാണേ. നരകത്തിലൊരു കഥ നടക്കുകയാണ്. ഒരു ആന യമദൂതന്മാരുടെ ഭയങ്കര പീഡനം അനുഭവിക്കുകയാണ്. അപ്പൊ ഉടനെ യമരാജാവ് പറയാണ്, നാണമില്ലേ ആനെ നിനക്ക്, വലിയൊരു ശരീരവും നല്ല ശക്തിയൊക്കെ തന്നിട്ട് നീ മനുഷ്യന്റെ അടിമയായിട്ട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു. കുറെ എണ്ണത്തിനെ ചവിട്ടി കൊന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആന നരകത്തിൽ എത്തിച്ചേർന്നത്. നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഒരു കീടമായിരിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്ന്. അവന്റെ അടിമയായി തീർന്നില്ലേ? ഉടനെ ആന ഈ വേദനയൊക്കെ അനുഭവിച്ചിട്ടോട് പറയാണ്, അങ്ങയുടെ കാര്യം ഇതിലും അപ്പുറമാണ്. യമരാജാവിനെ നോക്കിയിട്ടേ, അതെന്താ നീ എന്നെ ഒരു വിലയില്ലാത്തതുപോലെ പറയണത്? അങ്ങും മനുഷ്യനോടൊന്ന് കളിച്ചു നോക്കൂ, എന്നാ വിവരം അറിയാന്ന്. മനുഷ്യൻ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സാധനമാണെന്ന്. ഓ, അത്രയൊക്കെ ഉണ്ടോ മനുഷ്യന് ശക്തിയും ബുദ്ധിയും കഴിവൊക്കെ? എന്താ യമരാജാവെ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്റെ പുറത്തിങ്ങനെ തല്ലാനേ അങ്ങേക്ക് പറ്റുള്ളൂ എന്ന്. ബുദ്ധി പറയുന്ന സാധനം അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സിലാവും മനുഷ്യന്റെ വിവേകം എന്ന്. എന്നാ ഒന്ന് അറിഞ്ഞിട്ട് കാര്യം. യമരാജാവ് ഉടനെ മീറ്റിംഗ് വിളിച്ചു തന്റെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വലിയ ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയുന്നു, എനിക്കതൊന്ന് തെളിയിച്ചു തരണമെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലൈവായിട്ടൊരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്, ജീവനുള്ള മനുഷ്യനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ യമദൂതന്മാര് പുറപ്പെട്ടു. മിക്കവാറും വീടുകൾ അടച്ചു കിടക്കുന്നതുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ലൈവായിട്ട് കൊണ്ടുവരണം. മറ്റേതാകുമ്പം സൂക്ഷ്മ ശരീരം കൊണ്ടുപോയാൽ മതിയല്ലോ. ഇതിപ്പോ സ്ഥൂല ശരീരം പുറത്തേക്ക് കിടക്കണില്ല. യമദൂതന്മാർ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു ടെറസിന്റെ മുകളിൽ ഒരാൾ കടന്നുറങ്ങണത്. അയാൾ ഈ വേനൽക്കാലത്ത് കട്ടിലിട്ടിട്ട് സുഖമായിട്ട് ഇങ്ങനെ നക്ഷത്രമൊക്കെ നോക്കി കിടന്നതാ. വലിയ പണ്ഡിതനായിരുന്നു. ഗീത ഇതൊക്കെ വായിക്കും, ഭാഗവതമൊക്കെ വായിക്കും. എപ്പോഴും അദ്ദേഹത്തിന്റെ തലയുടെ അടുത്ത് ഭാഗവതം ഉണ്ടാവും, ഗീതയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വായിച്ചേ കിടക്കുള്ളൂ ആള്. അപ്പൊ അയാളങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് യമദൂതന്മാര് വന്നത്. ഒരു കാര്യം ചെയ്യാം, ഇയാളെ പാക്ക് ചെയ്യാന്ന്. കട്ടിലോടുകൂടി പൊക്കി, അറിയണ്ടെന്ന് വെച്ചിട്ട്, ഉണരണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇയാൾക്ക് ഉണർവ് വന്നു. നോക്കുമ്പോണ്ട് പല്ലുകളും ദ്രഷ്ടകളൊക്കെ ആയിട്ട് ബീഭത്സ രൂപം. ഒരു നിമിഷം ഒന്ന് പതറി, മൂത്രം ഒഴിക്കുന്നുള്ളൊരവസ്ഥ വന്നു. എന്നാലും പിടിച്ചു നിന്നു. ഇവരറിയാതെ തന്റെ ഭാഗവതം ഏതോ ഗീത പുസ്തകത്തിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ഒരു എഴുത്ത് എഴുതി. എന്നിട്ട് അവിടെ തന്നെ വെച്ചു. സുഖമായിട്ട് അവിടെ കടന്നു. യമലോകത്തിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തതും പെട്ടെന്ന് ഇയാൾ കണ്ണുറന്നവൻ ഭീകര രൂപങ്ങള്. പേടിച്ചില്ല. ആ കത്തെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജാവിന് കൊണ്ടു കൊടുക്കുമെന്ന്. അങ്ങനെ യമദൂതന്മാര് ഈ കത്ത് യമരാജാവിനെ ഏൽപ്പിച്ചു. അതിലെഴുതിയിരിക്കുകയാണ്, പ്രിയപ്പെട്ട യമരാജൻ, ഈ വരുന്നത് എന്റെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട അതിഥിയാണ്, എന്റെ സുഹൃത്താണ്, എന്റെ ഭക്തനാണ്. ഇദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം, ഇദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ കൊടുത്തിരിക്കണം എന്ന് വൈകുണ്ഠ നാരായണൻ ഒപ്പ്. കാച്ചി വിട്ടൊരു കത്ത്. യമരാജാവ് അത്ഭുതപ്പെട്ടു. വേഗം തന്റെ സീറ്റിൽ നിന്ന് എണീറ്റു. ആ സീറ്റ് തന്നെ കൊടുത്തു. യമദൂതന്മാരോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനത്തെ പാർട്ടിയെ കൊണ്ടുവന്നതെന്ന്. ഇത് കുറെ അപകടം പിടിച്ച പാർട്ടിയാണല്ലോ, ഭഗവാന്റെ വേണ്ടപ്പെട്ട പാർട്ടിയല്ല, ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും നമുക്ക്. എന്നിട്ടിരുത്തി യമരാജാവ് കാലൊക്കെ കഴുകി. ഇയാളിങ്ങനെ കണ്ണടച്ചിട്ട്, കാരണം യമരാജാവിനെ നോക്കി അപ്പം ജീവൻ തന്നെ പോകും. അങ്ങനത്തെ രൂപങ്ങളാണേ. കണ്ണടച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാലൊക്കെ കഴുകി ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇയാൾ അങ്ങനെ സുഖമായിട്ട് ഇരിക്കുമ്പോണ്ട് ഒരാളെ വലിച്ചു കൊണ്ടുവരുന്നു യമദൂതന്മാര്. അടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. എന്താന്ന് വെച്ചു, ഇദ്ദേഹം ഭൂമിയിൽ നിന്ന് കൊണ്ടുവരികയാണപ്പോ ഭയങ്കരമായിട്ട് ആളുകളെ വേദനിപ്പിച്ച് ക്രൂരനായിട്ട് ആളുകളെ കൊന്ന് പണം സമ്പാദിച്ചവനാണ്. അപ്പം പറഞ്ഞു, എന്താ നിങ്ങൾ ശിക്ഷ കൊടുക്കുക എന്ന് കാണിച്ചു കൊടുത്തു. ശിക്ഷകളുടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഭാഗത്താണെങ്കിൽ ഈ ഭയങ്കര ജീവജാലങ്ങൾ അതിന്റെ മുകളിൽ കൂടെ നടക്കണം. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ശിക്ഷ കൊടുക്കണോ, അത്രയും പാപം ചെയ്തവനാണെന്ന്. നിങ്ങളാണ് എന്ത് ശിക്ഷയെ കൊടുക്കാന്ന് യമരാജാവ് ഇയാളോട്. ഉടനെ ഇയാൾ പറഞ്ഞു, വൈകുണ്ഠത്തിൽ കൊണ്ടുവിടുമെന്ന്. ഈ പാർട്ടിയോ, ഞാനാ പറയുന്നത്, കൊണ്ടുവിടു വൈകുണ്ഠത്തിലേക്ക്. അങ്ങനെ ഇയാളെ വൈകുണ്ഠത്തിലേക്ക് വിട്ടു.
പിന്നെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നത്. അവൾ കുറെ വേശ്യാവൃത്തിയൊക്കെ ചെയ്ത് ജീവിച്ചവളാണെന്നൊക്കെ പറഞ്ഞപ്പോ, ഇത്രയും ശിക്ഷകളൊക്കെ കൊടുക്കുന്നു പറഞ്ഞപ്പോ, നിങ്ങളാണ് എന്താ കൊടുക്കുക? കൊണ്ടുവിടൂ വൈകുണ്ഠത്തിലേക്ക് എന്ന്. എന്തിനു പറയണോ, ഒരു 10-30 കേസ് വൈകുണ്ഠത്തിലേക്ക് റെഫർ ചെയ്തു. ഭഗവാൻ നോക്കുമ്പോഴൊക്കെ ഒരു ശരിയുള്ള കേസല്ല വരുന്നത്, ഇതൊക്കെ കൊള്ളരുതാത്ത കേസുകൾ അങ്ങോട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു ആളുകളോട്. നമ്മുടെ ആളുകളെയൊക്കെ ഭഗവാനും വിളിച്ചു പറഞ്ഞു, ഏതൊരു ചങ്ങാതി യമലോകത്തിൽ വന്നിട്ടുണ്ട് അത്രേ, അയാളെ റെഫർ ചെയ്യണ കേസപ്പം വരുന്നത് എന്ന്. ഭഗവാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ വൈകുണ്ഠത്തിലുള്ളവരൊക്കെ ആകെ അപകടം പിടിച്ച ആളുകളാവുമല്ലോ, ഒന്ന് പോയേക്കാം യമലോകത്തിലേക്ക്. ഗരുഡനെ വരുത്തി നേരെ യമലോകത്തിലെത്തി. ഭഗവാനെ കണ്ടതും യമരാജാവ് ഓടിച്ചെന്നു, പാതാരവിന്ദത്തിൽ വീണു. ഭഗവാനെ തന്നെ തന്റെ പ്രധാന സിംഹാസനത്തിൽ അവിടെ ഇരുത്തി. ഭഗവാൻ നോക്കുമ്പോൾ വേറൊരാശൻ അപ്പുറത്ത് ഇരിക്കണു. അയാളെ ഭഗവാനെ കണ്ടപ്പോ എണീറ്റു, അയാൾ നമസ്കരിച്ചു. യമരാജാവിനോട് ചോദിച്ചു, എന്താ യമരാജൻ ഇവിടെയുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചാ പിന്നെ അവിടെയൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ന്? ഇവരൊക്കെ പാപങ്ങൾ തീർത്തിട്ടാണോ വരുന്നത്? അല്ല ഭഗവാനെ, പിന്നെ അവിടുത്തെ ഭക്തനായിരിക്കുന്ന, ദാസനായിരിക്കുന്ന, സേവകനായിരിക്കുന്ന ഇദ്ദേഹം പറഞ്ഞാൽ പിന്നെ അനുസരിക്കല്ലേ പറ്റുള്ളൂ. ഭഗവാനൊരു നോട്ടം നോക്കി, ഇദ്ദേഹം ഈ പാർട്ടി വന്നിരിക്കുന്നത്. പറഞ്ഞു, അങ്ങ് ആരാന്ന് ചോദിച്ചു. അങ്ങോട്ട് ആരാ പറഞ്ഞു ഇവരേക്ക് അങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞു. ഭഗവാനെ, അങ്ങല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവരേക്ക് അങ്ങോട്ട് അയക്കാൻ? നോണ പറയരുതിട്ടോ മനുഷ്യ. അങ്ങല്ലേ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേർജുന തിഷ്ഠതി. അങ്ങനല്ലേ പറഞ്ഞത്, സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദൈച്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃദ്വേദ വിദേവചാഹം. അങ്ങല്ലേ പറഞ്ഞ ഞാൻ എല്ലാ ചരാചരങ്ങളുടെ ഹൃദയത്തിലിരിക്കണു, ഞാനാണ് അവർക്ക് ഓർമ്മ കൊടുക്കുന്നത്, മറവി കൊടുക്കുന്നത്, ബുദ്ധി കൊടുക്കുന്നത്, കഴിവ് കൊടുക്കുന്നത്. അപ്പൊ എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് ആരാണ്? അങ്ങല്ലാതെ പിന്നെ ആരാണ്? ഇപ്പൊ ഭഗവാൻ വിട്ടു. ഇനി അങ്ങല്ല പ്രേരിപ്പിച്ചെങ്കിൽ അങ്ങ് പറഞ്ഞ ഗീത നോണയാണ്, എനിക്കതിലുള്ള വിശ്വാസം പോവും, എനിക്കതിലുള്ള ശ്രദ്ധ പോവും. ഭഗവാൻ പറഞ്ഞ ഗീത ഒരിക്കലും തെറ്റില്ല, ഗീത 100% ശരിയാണ്, എന്നാ ഇത് ശരിയാണ്. അപ്പൊ താനെന്തിനാ ഇവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്? അങ്ങല്ലേ ഗീതയിൽ പറഞ്ഞത്, എന്റെ ഭക്തന്മാരെന്ന് പറയുന്നത് സർവഭൂതഹിതേരത അദ്വേഷ്ടാ സർവഭൂതാനം മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാര സുഖദുഃഖ സമക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോമൽഭക്ത സമേ പ്രിയ അദ്വേഷ്ടാ സർവഭൂതാനം. എല്ലാ ഭൂതങ്ങളോടും ദ്വേഷമില്ലാത്തവരാണ്, സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രതിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഈ പാവങ്ങളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. പിന്നെ അങ്ങ് തന്നെ പറഞ്ഞിട്ടില്ലേ ഭഗവാനെ, ഭക്തന്മാരെ സേവിക്കുന്നവനാണ് ഭക്തൻ എന്നുള്ളത്. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത, ഇതല്ലേ അങ്ങ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തെറ്റാണോ? എന്നാ അവരേക്കും കണ്ടനെ കൊണ്ടുവരൂ. ഭഗവാൻ പെട്ടു. ഭഗവാൻ യമരാജാവിനോട് ചോദിച്ചു, എവിടുന്ന് കിട്ടി ഈ കേസിനെ എന്ന്. അപ്പൊ പറഞ്ഞു, ഭഗവാനെ, ഇത് സംഗതി എന്ത് പറ്റിച്ചാല് ഞാൻ എന്റെ ദൂതന്മാരോട് ഒരുത്തനെ പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവരിങ്ങനെ ഒരു പുലിവാല് പിടിച്ച ഒരാളെ കൊണ്ടുവന്നത് എനിക്കും അറിയില്ലായിരുന്നു. ഏതായാലും ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, കൊണ്ടുവന്ന സ്ഥിതിക്ക് വേഗം അവിടെ തന്നെ കൊണ്ടുവിട്ടോളൂ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിർത്തണ്ടെന്ന്. ഉടനെ ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ കേട്ടപ്പം ഭഗവാന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഗീതാവാക്കുകളൊക്കെ തെറ്റേ. മാമുപേത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ. അപ്പം ഭഗവാനും പെട്ടു. എന്നെ ഒരിക്കൽ പ്രാപിച്ചവൻ ഇനി ഒരിക്കലും തിരിച്ച് പോവേണ്ട. യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമമ്മ. ഭഗവാൻ പറഞ്ഞു, ലാസ്റ്റ് കേസ് നീ ആവട്ടെ എന്ന്, പോരും എന്റെ കൂടെ എന്ന്. അപ്പൊ ഉടനെ അവിടുന്ന് ഒരു വിളി. ആന പറഞ്ഞു, ദേ ഞാനും ഉണ്ടിട്ടോ എന്ന്. അപ്പൊ യമരാജാവ് നോക്കി, ആരാ പറയണത്? ആനയാ പറയണത്. യമരാജാവിനെ നോക്കിക്കൊണ്ട് ആന ചോദിച്ചു, എങ്ങനെയുണ്ട് മനുഷ്യൻ എന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഈ കേസ് അപകടമാണെന്നുള്ളത്. അങ്ങേക്കൊരു വില ഉണ്ടായില്ലേ അല്ലേ? അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അവനെയും ഉയർത്താൻ പറ്റും, അവനെ മറ്റുള്ളവരെയും. ഉടനെ തന്നെ മനുഷ്യൻ പറഞ്ഞു, ഭഗവാനെ, ഒരു ലാസ്റ്റ് കേസും കൂടി ഉണ്ട് എന്ന്. അതേതാണ്? ആ ആന കാരണമാണ് ഞാനിവിടെ എത്തിയത്. ആന പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് പാവം അവനെയും കൊണ്ടുപോവാന്ന്. അങ്ങനെ ഒരു കഥ, ഇതൊരു കഥയാണ്, അത്രയും എടുക്കാവും. പക്ഷെ ഇതിന്റെ പിന്നിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് നമ്മളെയും ഉയർത്താൻ സാധിക്കും,
മറ്റുള്ളവരെയും അത്ര ഒരു സാധ്യത നമ്മുടെ മനസ്സിനുണ്ടായിട്ട് നമ്മളത് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മളെയും താഴ്ത്താൻ പറ്റും, നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറ്റും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നല്ല മനസ്സുകളുടെ കൂട്ടായ്മയാണെങ്കിൽ ഇവിടെ തന്നെയാണ് സ്വർഗം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സ്വാർത്ഥതയും മത്സരവും ക്രോധവും വിദ്വേഷവും പകയുമാണെങ്കിൽ ഇവിടെ തന്നെയാണ് നരകം. നമ്മൾ ഈ ഓൾ വേൾഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എവിടെ സ്വാർത്ഥതയും മത്സരവും പോരും ക്രൂരതയും ഉണ്ടോ അവിടെയൊക്കെ നരകങ്ങൾ അല്ലേ, നരകം തന്നെയാണ്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കൂ, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ, അത്ത് ഗീത്ത്, അതുപോലെ തന്നെ എന്തെല്ലാം തരത്തില്. ഈവൻ നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോണ്ടല്ലോ പല സ്വാതന്ത്ര്യങ്ങളും ഇല്ല. ഉണ്ടോ? ഇവിടെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യന്റെ സ്വാർത്ഥതയും മത്സരവും പോരും, പരസ്പരം ഒരു മനുഷ്യനാണെന്ന് പോലും മനുഷ്യൻ പരിഗണിക്കുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് ആത്മീയത. നാം ഒന്നുയർന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന വായുവും മറ്റൊരാൾ ശ്വസിക്കുന്ന വായുവും ഒന്നാണ്. നമ്മളെവിടെയാണ് വേറെയാവുന്നത്? ഞാൻ ഏതൊരു സൂര്യനിൽ നിന്നാണോ ചൂടെടുക്കുന്നത്, ഏതൊരു സൂര്യനിൽ നിന്നാണ് പ്രകാശമെടുക്കുന്നത്, അതേ സൂര്യനിൽ നിന്നാണ് മറ്റുള്ളവരും ചൂടും പ്രകാശവും എടുക്കുന്നത്. ഏതൊരു വെള്ളം കുടിച്ചിട്ടാണോ ഞാൻ എന്റെ ദാഹം തീർക്കുന്നത്, അവരും അതേ വെള്ളം തന്നെയാണ്, അതേ പ്രകൃതിയിൽ നിന്നുള്ള വെള്ളമാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിലനിൽക്കുന്നത് ഒരേ ശക്തി കൊണ്ടാണെങ്കിൽ, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും ഒന്നാണെങ്കിൽ നമ്മൾ എന്തിന് വിദ്വേഷം കാണിക്കണം, എന്തിന് ക്രൂരത കാണിക്കണം, എന്തിന് നമ്മളേതായിട്ട് നമ്മൾ എടുത്തു വെക്കണം? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവത്തെ ക്രമേണ നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിലോ നമ്മൾ നമ്മളെയും തളർത്തും മറ്റുള്ളവരെയും തളർത്തും. ഒരിക്കലും ഒരാളുടെ പശു തളർന്നു വീണു, അതിന് എണീക്കാൻ പറ്റുന്നില്ല. കൊണ്ടുവന്നു വെറ്റിനറി ഡോക്ടർ നോക്കിയപ്പോൾ പശു വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. പറഞ്ഞ ഒരു 1000 രൂപയുടെ ഇഞ്ചക്ഷൻ ചെയ്താൽ ചിലപ്പം ഉണർന്നു എന്ന് വരുന്നു. കൊണ്ടുവന്നിട്ടുണ്ട് ഇയാൾ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ആ ഇഞ്ചക്ഷൻ കൊടുത്തതും പശു അങ്ങോട്ട് ചാടി ഉണർന്നു. പിന്നെ ഉണ്ടല്ലോ ഒരു 170 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അത്ര സ്പീഡിലാണ് പശു ഓടുന്നത്.